ഇനിയുള്ളത് ഒരു പുതിയ പദ്ധതി സംബന്ധിച്ചാണ് പറയാനുള്ളത്. അതായത് നമ്മൾ പുതിയ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരെ നിങ്ങളുടെ മേഖലയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കുന്നത്. ജേർണലിസം മേഖലയിലേക്ക് ഇവരെ കൂടി കൈപിടിച്ച് ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാഴ്ചപ്പാട് നമ്മളെ ഗവൺമെന്റും വകുപ്പും ആവിഷ്കരിച്ച് പുതിയതായിട്ട് നടപ്പാക്കുകയാണ്. അത് നമ്മൾ ഈ സാമ്പത്തിക വർഷം ആരംഭിക്കാനാണ് നമ്മൾ നടപടി സ്വീകരിക്കുന്നത്. അതിനുള്ള അപേക്ഷയും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഇപ്പോൾ തന്നെ നമ്മൾ സ്വീകരിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ കൂടി പുതിയതായി ഒരു പദ്ധതി ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രഖ്യാപനവും ഈ അവാർഡ് ദാന ചടങ്ങും എല്ലാം ഡിസംബർ 6 പകൽ 12 മണിക്ക് KTDC ചൈത്രം ഓഡിറ്റോറിയത്തിൽ ചേരുന്ന സമ്മേളനത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട സ്പീക്കർ AN ഷംസീർ മാധ്യമ അവാർഡ് വിതരണം ചെയ്യും. ഈ പരിപാടിയിൽ ഇന്ത്യൻ മാധ്യമ ലോകത്തെ SC/ST പ്രാതിനിധ്യം എന്ന വിഷയത്തിൽ മാധ്യമ സെമിനാർ നമ്മൾ സംഘടിപ്പിക്കുന്നതായിരിക്കും. RS ബാബു എവിയും നിതീഷ് കുമാർ, ആതിര തമ്പി, സരിത വർമ്മ, K രാജേഷ് തുടങ്ങിയവരാണ് മാധ്യമ പ്രവർത്തകരായിട്ട് ഈ ഡിസംബർ 6 ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് എന്ന കാര്യങ്ങൾ കൂടി സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുകയാണ്. പൂമാലിയിലെ അത് വിട്ടുപോയി. പൂമാലിയിലെ പൂക്കൾ എന്ന് പറയുന്നത് ഇടുക്കി ബ്യൂറോ ചീഫ് R സാമ്പനാണ്. വായിക്കാൻ വിട്ടുപോയി. ഇപ്പം ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. കഴിഞ്ഞ എല്ലാ കാലത്തും നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള സഹായ സഹകരണങ്ങൾ നമ്മുടെ വകുപ്പിനും തദ്ദേശീയ ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിനും വേണ്ടിയിട്ടൊക്കെ തന്നെ നിങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. തുടർന്നും നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള സഹായ സഹകരണങ്ങൾ ഗവൺമെന്റിനും വകുപ്പിനും കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അവർക്ക് കൊടുക്കും. പറയേ ഹലോ, പുതിയ പദ്ധതിന്റെ പേരാ ട്രേസ് എന്നാണ് അതിന്റെ പേര്. നമ്മളിപ്പോൾ ട്രേസിന് തന്നെ കുറെ പദ്ധതി ചെയ്ത് വരുന്നുണ്ട്. ഇപ്പൊ നമ്മളെ ട്രേസിൽ ഒരുപാട് പദ്ധതികളുണ്ട്. ഇപ്പൊ നേഴ്സിംഗിന് പഠിപ്പിക്കുന്നതായാലും നമ്മുടെ പൈലറ്റ് ആകാൻ വേണ്ടി പഠിപ്പിക്കുന്നു, ഹെയർ ഹോസ്റ്റ് ആകാൻ വേണ്ടി പഠിപ്പിക്കുന്നു, നേഴ്സിംഗ് ആയിട്ടുള്ള അങ്ങനെ വിവിധ തൊഴിലധിഷ്ഠിത കോഴ്സുകളൊക്കെ നമ്മൾ വകുപ്പ് ഇപ്പോൾ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പദ്ധതിയാണ്. ആ പദ്ധതി തന്നെ ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഈ മേഖലയിലേക്ക് നമ്മൾ ഈ തദ്ദേശീയ ജനവിഭാഗത്തിലെ ഉദ്യോഗാർത്ഥികളെ കൂടി നമ്മൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്.